ഭഗവത്ഗീത തുടങ്ങിയ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കാതിരിക്കുക എന്ന ന്യൂനത പലപ്പോഴും വരുമല്ലോ. ഉദാഹരണത്തിന്, ഗീതയിൽ ഞാൻ എന്ന് ഭഗവാൻ പറയുന്നത് പല തലങ്ങളിലാണല്ലോ. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ടുന്നതാണ്. എല്ലാ സ്ഥലത്തും ഒരർത്ഥം എടുക്കാൻ പറ്റില്ല. ഗീതയിൽ ചില സ്ഥലത്ത് ഞാൻ എന്നുള്ളത് പരമാത്മാ എന്നുള്ള അർത്ഥത്തിലുണ്ട്. ചില സ്ഥലത്ത് ഞാൻ എന്നുള്ളത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലുണ്ട്. ചില സ്ഥലത്ത് ഞാൻ എന്നുള്ളത് ദേവത എന്നുള്ള അർത്ഥത്തിലുണ്ട്. ചില സ്ഥലത്ത് ഞാൻ എന്നുള്ളത് സാധാരണ ഒരു മനുഷ്യനായിട്ട് അർജുനൻ്റെ സഖാവായിട്ടിരിക്കുന്ന സഖാവ് കൃഷ്ണൻ എന്നുള്ള തലത്തിലുണ്ട്. ഒക്കെ ഉണ്ട്. അഹം സർവസ്യ പ്രഭവ മത്ത സർവം പ്രവർത്തതേ എന്ന് പറയുമ്പോൾ അവിടെ അഹം ആരാ? പരമാത്മാ പരമേശ്വര ബ്രഹ്മസ്വരൂപയേവ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറയുന്നിടത്ത് ഞാൻ ആരാ? ഈശ്വരനാണ്. ബ്രഹ്മമല്ല, പരമാത്മാവല്ല, ഈശ്വരനാണ്. അവിടെ മായോപാധികനായി ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ ചെയ്യുന്ന ഈശ്വരൻ എന്നുള്ള അർത്ഥമാണ്. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം എന്ന് പറയുന്നിടത്ത് ഞാൻ പ്രത്യേകാത്മാവാണ്. ഈശ്വരൻ ഞാൻ എന്ന് കൃഷ്ണൻ പറയുന്നത് ആത്മാ എന്നുള്ള അർത്ഥത്തിലാണ്. അഹം പ്രത്യേകാത്മാ ബ്രഹ്മണ പ്രതിഷ്ഠ. ചിന്തിക്കുക. അങ്ങനെ വന്ന് ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതത് ഉത്തമം എന്നൊക്കെ പറയുന്നിടത്ത് അർജുനൻ്റെ സഖാവാണ്, പാർത്ഥസാരഥിയാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരർത്ഥം പറഞ്ഞാൽ ശാസ്ത്ര താല്പര്യം തെറ്റിപ്പോകും. അതിനാണ് നമ്മൾ സമ്പ്രദായത്തിനനുസരിച്ചുള്ള പഠനം വേണം എന്ന് പറയുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ എന്താണ് ഞാൻ എന്ന് പറഞ്ഞ അർത്ഥം, ഇവിടെ എന്താണ് ഞാൻ എന്ന് പറഞ്ഞ അർത്ഥം. ഇത് കേവലം ഈ വിഷയത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഒരു ശബ്ദം എടുത്തോളൂ, പ്രാണ ശബ്ദം എടുത്തോളൂ. പ്രാണൻ എന്ന് മലയാളത്തിൽ പ്രാണഹ. പ്രാണഹ എന്നുള്ളതിന് ചില സ്ഥലത്ത് സമഷ്ടി വായു എന്നർത്ഥമുണ്ട്. ചില സ്ഥലത്ത് ഈ കണ്ഠത്തിനുപരിയുള്ള വായുവിശേഷം എന്നർത്ഥമുണ്ട്. അതായത് ശിരസിൽ പ്രവർത്തിക്കുന്ന വായുവിശേഷം. ചില സ്ഥലത്ത് ശരീരമാസകലം വ്യാപിച്ചു നിൽക്കുന്ന ശക്തി എന്നർത്ഥമുണ്ട്. ചില സ്ഥലത്ത് ഈശ്വരൻ എന്നർത്ഥമുണ്ട്. എന്നാൽ ആത്യന്തികമായ അർത്ഥത്തിൽ ബ്രഹ്മം എന്നർത്ഥമുണ്ട്. യതിദം കിഞ്ച ജഗത് സർവം പ്രാണയേജതി നിസൃതം മഹദ്ഭയം വജ്രമുദ്യതം എന്ന ഉപനിഷൻ മന്ത്രത്തിൽ പ്രാണശബ്ദത്തിൻ്റെ അർത്ഥം പരമാത്മാ എന്നാണ്, അല്ലാതെ മറ്റൊന്നല്ല. ആത്മനയേഷ പ്രാണോ ജായതേ എന്ന് പറയുന്ന മന്ത്രത്തിൽ പ്രാണശബ്ദത്തിന് ജീവാത്മാവെന്നോ അല്ലെങ്കിൽ ഈ പ്രാണൻ എന്നുള്ള അർത്ഥമാണ്. പ്രാണാപാനാദികളെ നിയന്ത്രിക്കുന്ന പ്രകരണം പറയുമ്പോൾ ശിരസ്ഥമായ പ്രാണനാണ് അർത്ഥമാക്കപ്പെടുന്നത്. ഇങ്ങനെ ആകാശം എന്നുള്ളതിന് മഹാകാശം എന്നർത്ഥമുണ്ട്, ഭൂതാകാശം എന്നർത്ഥമുണ്ട്, ഹൃദയാകാശം എന്നർത്ഥമുണ്ട്, പോയി ബ്രഹ്മമെന്നും അർത്ഥമുണ്ട്. ഊർജം എന്നർത്ഥമുണ്ട് പ്രാണന്. അപ്പോൾ ഒരു സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥമാക്കുന്നത്. ശാസ്ത്രത്തിൽ ഏത് സന്ദർഭത്തിൽ ഏത് പദത്തിൻ്റെ അർത്ഥം എന്താണ് അത് മനസ്സിലാക്കിയ ഒരിക്കലും ഭ്രമം ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഒന്ന് തന്നെ കയറി പ്രയോഗിക്കും. അത് വളരെ പ്രധാനമായിട്ടുള്ള വിഷയമാണ്.